CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമക്കേസിലെ പ്രതി ഏറ്റുമാനൂർ സ്വദേശി ഷെമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിലെ പ്രതി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ആരോപണമുന്നയിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ പി ജയരാജനുമായുള്ള സ്വാധീനം ഷെമി ഉപയോഗിച്ചെന്നാണ് ആരോപണം. ഷെമിയും ജമീലും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു എന്നും ആക്ഷേപമുണ്ട്. സാഗർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാഗർ, ഗുരുതരമായ ഒരു ആക്ഷേപമാണ്. കാരണം ഒരു നേതാവിനെതിരെ ഇത്തരമൊരു കൊട്ടേഷൻ കേസുമായി ബന്ധപ്പെടുത്തി ആരോപണം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമാണ്. CPM രാഷ്ട്രീയത്തിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതുമാണ്. എന്താണ് ഈ വിവാദം, അതിന്റെ പശ്ചാത്തലം എന്താണ് സാഗർ? സജിത്, ഈ ദുബായിൽ ബിസിനസ് പങ്കാളികളായിരുന്നു ചാവക്കാട് സ്വദേശി ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും. ഇരുവരും ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് ഒരു റിസോർട്ട് നിർമ്മിച്ചിരുന്നു. ഇരുവരും ഇതുകൂടാതെ മറ്റ് പല ബിസിനസ്സുകളിലും പങ്കാളികളായിരുന്നു. എന്നാൽ ഈ റിസോർട്ടിൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ജമീൽ മടക്കി ആവശ്യപ്പെട്ടു. ഈ മടക്കി ആവശ്യപ്പെട്ടപ്പോൾ ഇതേ തുടർന്ന് ജമീലിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജമീൽ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ പോലീസിലും മറ്റും ജമീൽ പരാതി നൽകിയെങ്കിലും പോലീസ് അന്വേഷിക്കുവാൻ തയ്യാറായില്ല. ഇതെല്ലാം ഈ ഷെമി മുസ്തഫയുടെ ബിസിനസ് പങ്കാളി കൂടിയാണെന്നുള്ള ജയരാജനെ ആണ് ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്നത്. ഈ ഷെമി മുസ്തഫയുടെ ഒരു ബിസിനസ് പങ്കാളിയാണ് പി ജയരാജൻ എന്നും ഈ ജമീൽ ആരോപിക്കുന്നുണ്ട്. ഈ ജയരാജനുമായുള്ള ഒരു ബന്ധം ഉപയോഗിച്ച് പോലീസിൽ കേസ് എടുപ്പിക്കാതെയും മറ്റും ഈ ജമീലിനെതിരെ പലതവണ പോലീസ് വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതും മറ്റുമാണ് ജമീൽ പറയുന്നത്. സാഗർ, തുടരുക. ജമീലിന്റെ തന്നെ പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ട്. നമുക്ക് അത് കേട്ടതിന് ശേഷം സാഗറിലേക്ക് മടങ്ങി വരാം. ഹോട്ടലിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ എന്നെ ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത്. ഒരു KV ശശി, മൂന്നാർ KV ശശി എന്നെ വിളിച്ചിട്ട് നാട്ടിൽ വരണം, ഹോട്ടലിന്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മതി വരും, അവിടെ ധർണയിരിക്കുന്നോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞായിരുന്നു. വീടിന്റെ അവിടെ ചാവക്കാട് എൻ്റെ വീടിന്റെ വന്ന് ധർണയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് കണ്ണൂരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇറങ്ങിയതിന്റെ ശേഷമാണ് ഇങ്ങോരാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പി ജയരാജ് നവംബർ 6-7 തീയതികളിൽ ഇവരുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിരുന്നു. 2023 വിസിറ്റ് ചെയ്തിരുന്നു. ഓഫീസിൽ ദുബായിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തെളിവായിട്ട് തരാനുള്ളത്. അത് ഞാൻ പോകുന്നതിന് ശേഷമാണ് എന്റെ ഉദ്ഘാടനം. എനിക്ക് ജനുവരിയിലെങ്ങാണ്ട് 2024 ജനുവരിയിലെങ്ങാണ്ട് അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജയരാജന് ഒരു കേക്ക് മുറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഇടപെടൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നൊന്നും മോശം. അവരെന്റെ ഭാഗം കേൾക്കാത്ത അതുകൊണ്ടായിരിക്കും, എന്നെ വിളിപ്പിക്കാത്ത അതുകൊണ്ടായിരിക്കാം. സാഗർ തുടരുന്നുണ്ട്. സാഗർ, അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു പറയുന്നു. പക്ഷേ ജയരാജനുമായി അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ല, പക്ഷേ ഇത്തരം ഒരു ആക്ഷേപമുണ്ട് എന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജമീലും ഈ പറയപ്പെടുന്ന ഷെമി മുസ്തഫയും തമ്മിൽ ബിസിനസ് പങ്കാളികളായിരുന്നു. ഇവരും തമ്മിൽ സാമ്പത്തികമായി പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടിലുണ്ടായ ഒരു വിഷയമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് ജമീൽ പറയുന്നത്. ഈ ഷെമി മുസ്തഫയുടെ കൂടെ പി ജയരാജനുണ്ട്. ഇദ്ദേഹം ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് പാർട്ട്ണറാണ് എന്നൊക്കെയാണ് ഈ ജമീൽ പറയുന്നത്. ഈ ജമീൽ പലതവണ ഷെമി മുസ്തഫയ്ക്കെതിരെ പോലീസിലും മറ്റും പരാതി നൽകിയെങ്കിൽ ഈ പരാതികളൊന്നും കേസെടുക്കുവാനോ അതിൽ തുടർ നടപടികൾക്കൊന്നും പോലീസ് തയ്യാറായില്ല. ഇതിനെല്ലാം CPM നേതാവുമായുള്ള ഈ ഒരു ബന്ധമാണ് ഷെമി മുസ്തഫ ഉപയോഗിക്കുന്നതെന്നാണ് ജമീൽ ആരോപിക്കുന്നത്. ഇതിന് തെളിവായി ജമീൽ പറയുന്നത് മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ്. കൂടാതെ ഇവരുടെ ദുബായിലുള്ള ബിസിനസ്സുകളിലെല്ലാം മിക്ക ഓഫീസുകളിലെല്ലാം തന്നെ പി ജയരാജൻ എത്തിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ജയരാജനും ഷെമിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങളെല്ലാം ജമീലിന്റെ പക്കലുണ്ട്. ഇത്തരത്തിലുള്ള ചിത്രങ്ങളാണ്, ഈ ഫോട്ടോകളാണ് ഈ ജമീൽ ഇതിനെല്ലാം ആധാരമായി പറയുന്നത്. ജമീലും ഷെമിയും തമ്മിലുള്ള ഒരുമിച്ച് ബിസിനസ് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയുള്ള ജോലിക്കാർ ഇപ്പോൾ പലരും ഷെമിയുടെ കൂടെയുണ്ട്. ആ ജോലിക്കാർ തന്നെയാണ് ഈ പി ജയരാജനും മറ്റും എത്തിയിട്ടുള്ള ഫോട്ടോകളെല്ലാം തന്നെ
ജമീലിന് അയച്ചു കൊടുത്തതായി ജമീൽ പറയുന്നത്. ഈ ഫോട്ടോ വെച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ജമീലിന്റെ പക്കൽ ഒരു തെളിവായിട്ടുള്ളത്. പലയിടത്തും പോലീസിൽ ജമീൽ പരാതി നൽകിയെങ്കിലും ഈ പരാതി എടുക്കാനൊന്നും പോലീസ് തയ്യാറാവാത്തത് ഈ CPM നേതാവുമായുള്ള ഒരു ബന്ധമാണ്, ഈ ഉന്നതങ്ങളിലുള്ള ഒരു ബന്ധമാണ് ഇത്തരത്തിൽ കേസെടുക്കാതിരിക്കാനുള്ള കാരണമായി ജമീൽ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് ജമീൽ സംസ്ഥാന DGPക്ക് അടക്കം പരാതി നൽകി. ഈ പരാതിയെ തുടർന്നാണ് ഇന്നലെ തൊടുപുഴയിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ മൊഴി നൽകുവാനായി ജമീൽ എത്തിയത്. ഇതേ തുടർന്നാണ് ഈ മൊഴി നൽകിയതിനു ശേഷമാണ് P ജയരാജനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഇടുക്കിയിലെ ഒരു CPM പ്രാദേശിക നേതാവ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും വീടിന് മുന്നിൽ വന്ന് ഈ സാമ്പത്തിക തർക്കം തീർത്തില്ലെങ്കിൽ വീടിന് മുന്നിൽ വന്ന് സമരം നടത്തുമെന്നും കുത്തിയിരിക്കുമെന്നൊക്കെ ഉൾപ്പെടെയുള്ള ഭീഷണിപ്പെടുത്തിയതായും ജമീൽ പറയുന്നുണ്ട്. എന്തായാലും ഈ P ജയരാജനെതിരെ ഈ വധശ്രമ കേസിലെ പ്രതി കൂടിയായ ജമീൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 16 ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകുമ്പോഴേ നേര്യമംഗലത്തിന് സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ ഈ പറയുന്ന ബിസിനസ് പങ്കാളിയായ ഷെമിയുടെ വാഹനത്തിൽ ഇടിപ്പിച്ചെന്ന ഒരു കേസുണ്ട്. അതിലാണ് ഒന്നാം പ്രതിയായി ഈ പറയുന്ന ജമീലിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കെട്ടിച്ചമച്ച കേസാണ്. CPM ഉന്നത തലത്തിലുള്ള ബന്ധം മൂലം കെട്ടിച്ചമച്ച കേസാണെന്നാണ് ജമീൽ പറയുന്നത്. ഈ കേസുമായി ഈ വാഹനം ഇടിപ്പിച്ച കേസുമായി തനിക്കൊരു ബന്ധമില്ലെന്നും ജമീൽ പറഞ്ഞു വെക്കുന്നു. യെസ്, ജമീൽ എന്ന വ്യക്തിയുടെ ആരോപണമാണ്. അദ്ദേഹം മൊഴിയും പോലീസിന് ഇത് സംബന്ധിച്ച മൊഴിയും നൽകിയിട്ടുണ്ട്. അതിൽ തുടർ നടപടി എന്തുണ്ടാകുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്, ഗുരുതരമാണ്. P ജയരാജന് പങ്കുണ്ട് എന്നതാണ് ആക്ഷേപം. ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച വസ്തുതകളിലേക്ക് പോകാനാകൂ. കർക്കിടക സംക്രമ